അച്ഛനും രാവിലെ തന്നെ ഒരുപാട് ആൾക്കാരെ മാറി മാറി കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഹ്യൂനുവിന്റെ അച്ഛന്റെ ഒപ്പം ഹെയിന്റെ അച്ഛനും കൂടി ഇപ്പോൾ മറ്റൊരിടത്തൊക്കെ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നാടൻ മദ്യമൊക്കെ അവർ കഴിച്ചിട്ടാണ് വർക്കിനൊക്കെ ഇറങ്ങാറുള്ളതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും 30 വർഷം മുമ്പ് ഒരു ക്യൂരിയോസിറ്റിയുടെ ഒക്കെ പുറത്ത് ഇത് ആദ്യമായിട്ട് താൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയിന്റെ അച്ഛനും അറിയിക്കുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി ഇരുന്ന് മദ്യപിക്കുന്നു. മദ്യപിച്ചതിന് ശേഷം ഹെയിന്റെ അച്ഛൻ ഒട്ടും തന്നെ ബോധമില്ലാതെയൊക്കെയാണ് ഇപ്പോൾ ഹിനുവിന്റെ അച്ഛന്റെ ഒപ്പം എത്തിയിരിക്കുന്നത്. അച്ഛനും ഇപ്പോൾ വീട്ടുകാരുടെ മുഖത്ത് നോക്കുവാൻ പോലും നാണക്കേടായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അച്ഛനാകട്ടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് 20 മില്യൺ മാത്രം തുകയൊക്കെ കടമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടനെ തന്നെ അച്ഛനെ പോലീസൊക്കെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്കും പണം കൊടുക്കാനായിട്ട് മടിയാണ്. അവർ പണം നൽകാത്തതിനായിരുന്നില്ല അച്ഛന് വിഷമമായിട്ടുണ്ടായിരുന്നത്. മറിച്ച് 45 ബില്യൺ ഒക്കെ ആയിരുന്നു അച്ഛൻ ഇതിനു മുമ്പ് ടാക്സിന്റെ പേരിൽ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ 20 മില്യൺ പോലും കയ്യിൽ എടുക്കുവാനായിട്ടില്ലാത്ത വിഷമമായിരുന്നു അച്ഛനും. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ 20 മില്യൺ ഇല്ലേ, അത് ഇന്നേ വരെ എന്റെ കയ്യിൽ പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഹ്യൂനുവിന്റെ അച്ഛനും പറയുന്നത്. നിങ്ങൾ ആരും അറിയാതെയാണ് ഇവിടെ എത്തിയതെന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഇന്റർനെറ്റ് കഫേയിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരും തന്നെ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം പരസ്യമാക്കുകയില്ല. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു എന്നൊക്കെ ഹോയോളും ഹെയിന്റെ അടുത്തൊക്കെ പറയുന്നു. ഹെയിൻ അങ്ങനെ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ ചുറ്റുമുള്ള എല്ലാ ലൈറ്റ്സും ഓഫ് ആകുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നുകയാണ്. പിന്നീട് അവൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് വീട്ടിലായിരുന്നു. എല്ലാവരും അവൾ ബോധം കെട്ടതുകൊണ്ട് തന്നെ അവളുടെ ചുറ്റും ഇരിക്കുകയാണ്. നമുക്ക് ഹിനു വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിലേക്കൊക്കെ പോയാലോ എന്നൊക്കെ ഹിനുവിന്റെ അമ്മയും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആന്റിയും അവളോട് കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കാറുണ്ടോ എന്ന് കൂടി ചോദിക്കുന്നു. അവൾക്ക് എന്താണ് അസുഖമെന്ന് എല്ലാവരും അവളെ നോക്കുമ്പോഴത്തേക്കും അവളാകട്ടെ അനീമിയ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ കേൾക്കുന്ന അമ്മയും എനിക്കും അനീമിയൊക്കെ ഉള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് എനിക്കും തലകറക്കമൊക്കെ വരാറുണ്ടെന്നൊക്കെ അറിയിക്കുന്നു. ഇപ്പോൾ സൂചോളിനാണെങ്കിലും അവന്റേതായ അസുഖങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് തന്നെ ഇവളെ ഇത്രയ്ക്ക് കാര്യമായിട്ട് നോക്കേണ്ടതില്ല എന്നൊക്കെ പറയുകയാണ്. എങ്കിൽ പോലും ഒരാൾ തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യം ആയിരിക്കില്ല. എന്തായാലും നാളെ ഹിനുവുമായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ നീ പോകണമെന്നൊക്കെ ഹിനുവിന്റെ അമ്മ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹെയിനും പെട്ടെന്ന് തന്നെ സമ്മതിക്കുന്നു. ആന്റിയും ഹെയിന്റെ അമ്മേനെ വിളിപ്പിച്ചതിന് ശേഷം ചേച്ചി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുവാനായിട്ട് പാടില്ല, ചേച്ചിക്ക് ഹെയിനെ കുറച്ചുകൂടി സ്നേഹിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ അവളെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താണ് ഇത്രയ്ക്ക് കുഴപ്പം? ഹിനുവിന്റെ അമ്മ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹമൊക്കെ ഹെയിന് നൽകുന്നുണ്ടല്ലോ എന്നായിരുന്നു അമ്മയും ചോദിക്കുന്നത്. നിനക്ക് ഹെയിനെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ആന്റി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് അറിയത്തില്ലെങ്കിലും അവളെ കുറിച്ച് ഒന്നും തന്നെ അറിയുവാൻ താല്പര്യമില്ല എന്ന് കൂടി അമ്മ പറയുന്നു. എനിക്ക് കാര്യങ്ങളൊന്നും നിന്നോട് പറയുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിൽ പോലും ഇപ്പോൾ ഹെയിനെ നന്നായിട്ട് നോക്കിയില്ല എങ്കിൽ പിന്നീട് നിനക്ക് കുറ്റബോധമൊക്കെ തോന്നുന്നതായിരിക്കുമെന്നൊക്കെ പറയുകയാണ്. അതൊക്കെ കേൾക്കുന്ന അമ്മയും ഇന്നേ വരെ കുറ്റബോധം തോന്നുവാൻ മാത്രം ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഹെയിൻ തലകറങ്ങി വീണ കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഹിനുവും എത്തിയിരിക്കുകയാണ്. അവൻ വീടിന്റെ അകത്തേക്കൊക്കെ ഓടിപ്പോകുന്നത് കാണുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഇവനെ പോലൊരു എക്സിനെ ഒന്നും കിട്ടാതിരുന്നതെന്നൊക്കെ ആന്റിയും ഓർക്കുന്നു. സെക്രട്ടറി നായും ഹെയ്നും തമ്മിലുള്ള ബന്ധമൊന്നും തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. സെക്രട്ടറി നായും ഹെയ്നെ വിളിച്ചതിന് ശേഷം ഹ്യുൻബുവും ആ ഒരു സ്ഥലത്തിന്റെ ആൾക്കാരുമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ ഹെയ്നും അവനോട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. മാർക്കറ്റിലെ വിലയേക്കാളും 5 ഇരട്ടി പണമൊക്കെ നൽകാമെന്നായിരുന്നു ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിലെ വിലയേക്കാളും 1/3 വില മാത്രം മതിയെന്ന് പറഞ്ഞിട്ടായിരുന്നു. ആ ഒരു ബ്രോക്കറിനെ പിടികിട്ടുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഹ്യുൻവുവും അറിയിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ക്വീൻസ് ഗ്രൂപ്പ് ചതിച്ചു എന്നായിരുന്നു ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ക്വീൻസ് ഗ്രൂപ്പ് അല്ല, ക്വീൻസ് ഗ്രൂപ്പിന്റെയും ആളുകൾക്കും ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു കമ്പനി ആയിരുന്നു യഥാർത്ഥത്തിൽ ആളുകളെ ചതിച്ചിട്ടുണ്ടായിരുന്നത്. ഹ്യുൻവുവും ആ ഒരു ബ്രോക്കറിനെ അന്വേഷിച്ച് കമ്പനിയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ആരെയും തന്നെ കാണുവാനായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കത്തുകളിൽ ഒന്നൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആ ഒരു ബ്രോക്കറുടെ വിവാഹമൊക്കെ അതേ ആഴ്ച തന്നെ നടക്കുവാനായിട്ട് പ്ലാൻ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അയാൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുമുണ്ട് എന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കിയത്. പക്ഷെ ഫ്ലൈറ്റിലൊന്നും അയാളെ കയറ്റുവാനായിട്ട് പാടില്ല എന്ന രീതിയിലൊക്കെ പോലീസുമായിട്ട് അവൻ കോൺടാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അയാൾ തന്നെ തേടി വരുമെന്ന വിശ്വാസമൊക്കെ ഹിൻമൂനുമുണ്ട്. ഹെയിന്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കെ ഇനി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നൊക്കെ ഹിൻവുവും തീരുമാനിക്കുന്നു. ഓൺസെങ്ങും ഹെയിന്റെ റൂമിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നും അവളുടെ ഹോസ്പിറ്റലിലെ ഒരു കാർഡൊക്കെ ഉൺസിങ്ങിന് ലഭിക്കുകയാണ്. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ എത്തുന്ന ഉൺസിങ്ങും കയ്യിലുണ്ടായിരുന്ന കാർഡൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനിലിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു പേപ്പറും അവന് ലഭിക്കുന്നു. അതിലാകട്ടെ ഹെയിന്റെ അസുഖം വളരെയധികം സീരിയസ് ആണെന്നും ഇനി 3 മാസം മാത്രമേ അവൾ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നും കൂടി കാണുമ്പോഴത്തേക്കും ഉൺസിങ്ങും ആകെ ഷോക്ഡ് ആക്കുന്നു. അതുപോലെ തന്നെ ഇതേ ഹോസ്പിറ്റലിൽ ആ ഒരു സമയത്ത് ഹെയിനും എത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്ന ഉൺസിങ്ങും ഹെയിനെ രക്ഷിക്കുവാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡോക്ടറിന്റെ അടുത്തും ചോദിക്കുകയാണ്. ഹെയിനും ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഡോക്ടറിനെ കാണുവാനായിട്ട് ഉൺസിങ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഹ്യുൻവുവും അവളെ അറിയിക്കുന്നു.
ഹെയിന്റെ ഫാമിലിയിലുള്ള ഒരാളോ അല്ലെങ്കിൽ ഗാർഡിയനോ വരാതെ ഹെയിന്റെ കണ്ടീഷനെ കുറിച്ച് പറയുകയില്ല എന്നായിരുന്നു ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉൻസിങ്ങും അവളുടെ ഗാർഡിയനായിട്ട് ഞാൻ മാറുകയാണെങ്കിൽ നിങ്ങൾ പറയുമോ എന്നൊക്കെ ചോദിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. കൗൺസിലറുടെ അമ്മേനെ കാണുവാനായിട്ട് ആന്റിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന്റെയും ചേട്ടന്റെയും അടുത്ത് വന്നിട്ട് ഒരു കൊറിയൻ സിംഗറുടെ പേരൊക്കെ പറഞ്ഞിട്ട് അയാളെ പോലെ ഇരിക്കുന്ന ഒരാൾ ഈ ഒരു വില്ലേജിൽ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അതുപോലത്തെ സൗണ്ട് ആയിരുന്നു അയാൾക്കും ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതുപോലെ ഇരിക്കുന്ന ആള് ഒരു പ്രേതമൊന്നും അല്ല എങ്കിൽ ഈ ഒരു വില്ലേജിലെ അങ്ങനത്തെ ഒരാൾ ഇല്ല എന്നായിരുന്നു ചേട്ടന്റെ മറുപടി. ഇപ്പോൾ അമ്മേനെ കാണുവാനായിട്ടൊക്കെ ഉൻസിംഗും എത്തിയിരിക്കുന്നു. ഗ്രേസ്കോയ്ക്ക് സിഇഒ സ്ഥാനമൊക്കെ നൽകണമെന്നായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും അത് ഹെയിന്റെ സ്ഥാനമാണ്. ഹെയിന് തന്നെ ഞാൻ ആ ഒരു സ്ഥാനമൊക്കെ തിരികെ നൽകുവാനായിട്ട് പോകുകയാണ്. അവൾ ഉടനെ തന്നെ എന്നെ കാണുവാനായിട്ട് എത്തുന്നതായിരിക്കുമെന്നൊക്കെ ഉൻസിംഗും പറയുന്നു. ചെയർമാൻ ഇപ്പോഴും കോമയിലൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്സിന്റെ 21% സ്വന്തമായിട്ടുള്ള അമ്മയാകട്ടെ കാര്യങ്ങളെല്ലാം തന്നെ താനാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ഹ്യൂർമോനും ആ ഒരു ബ്രോക്കറുടെ അടുത്ത് നിന്നും മെസ്സേജ് ഒക്കെ വരികയാണ്. അയാളെ നോ ഫ്ലൈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു മെസ്സേജ്. ഇനി ഉൺസെങ്ങും അമ്മ അറിയാതെ ചെയർമാനെ മറ്റൊരിടത്തേക്കൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്, നീ ഒരിക്കലും അദ്ദേഹത്തെ മാറ്റരുതെന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ഉൺസെങ്ങും ചെയർമാനെ മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ്. ഈ ഒരു സമയത്ത് ചെയർമാന്റെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുമുണ്ട്. ഹ്യുൻവു ഓഫീസിൽ നിന്ന് പുറപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവനെയും ഒരു വണ്ടിയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഹ്യുൻവുവും മറ്റൊരു വഴിക്കൊക്കെ പോകുവാനായിട്ടും ശ്രമിക്കുന്നു. ഹ്യുൻവു വരുന്ന നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെയ്നും ഇപ്പോൾ വീടിന് വെളിയിലേക്കൊക്കെ പോയി ഹ്യുൻവുവിനെ കാത്തു നിൽക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഹ്യുൻവുവും വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും നേരത്തെ ഫോളോ ചെയ്ത ആളുകൾ ഈ ഒരു തവണയും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഹെയ്നും ഹ്യുനുവിനെ കോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും മുമ്പിൽ നിൽക്കുന്നത് ഹ്യുനുവ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഹെയ്ൻ കുറച്ചുകൂടി അടുത്തേക്കൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് മുമ്പിലുണ്ടായിരുന്ന ആൾ ഹ്യുനുവ അല്ല, മറിച്ച് ഉൻസിംഗ് ആണെന്നുള്ള കാര്യമൊക്കെ ഹെയ്നും മനസ്സിലാക്കുന്നത്. ആ ബ്രോക്കറും ടീമും ഇപ്പോൾ ഹ്യുനുവിന്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നു. അയാളും രണ്ടു മൂന്ന് ഗുണ്ടകളൊക്കെയാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുമുള്ളത്. ഹ്യുനുവ ആദ്യം മര്യാദയ്ക്ക് അയാൾക്കെതിരായിട്ടുള്ള കേസിനെ കുറിച്ചൊക്കെ പറയുകയും ആ ഒരു കാര്യങ്ങളൊക്കെ അയാളെ ഏൽപ്പിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അയാളും മര്യാദയ്ക്കൊന്നും മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ ഹ്യുൻവുവിനെ തല്ലുവാനായിട്ടും അയാൾ വിടുന്നു. ഉൺസെങ് കൂടുതലായിട്ട് ഹെയിന്റെ അടുത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഹ്യുൻവു ആകട്ടെ ആ ഒരു ഗുണ്ടകളുമായിട്ട് തല്ലുകൂടുകയായിരുന്നു. അങ്ങനെ ഇതിന്റെ 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു എൻഡ് സീൻ കൂടി കാണിക്കുന്നു. ഈ ഒരു മ്യൂസിക് പ്ലെയർ ഒക്കെ നീ എന്തിനാണ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അവളെ കാണുവാൻ അത്രയ്ക്ക് സുന്ദരി ആയിരുന്നു എന്നൊക്കെ ഹെയിൻ ചോദിക്കുമ്പോഴത്തേക്കും ഹ്യുൻവു ആകട്ടെ അത് ആണാണോ പെണ്ണാണോ, ടീച്ചർ ആയിരുന്നോ സ്റ്റുഡന്റ് ആയിരുന്നോ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നോ എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതെടുത്ത് വെക്കുകയാണ്. എങ്കിൽ പോലും ഹ്യുൻവു പിന്നീട് ഫ്രണ്ടിനോട് ആ ഒരു കാര്യമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കുമാണ് ഹെയിന്റെ മുമ്പിൽ പെടാതെ ഞാൻ പിടിച്ചു നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ കാണുവാൻ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. ഞാനാകട്ടെ ഒരു സിൻഡ്രല്ലേനെ പ്രിൻസ് അന്വേഷിക്കുന്നത് പോലെയൊക്കെ ആ ഒരു സ്കൂളിൽ മൊത്തത്തിൽ അവളെ അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദിവസത്തിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും അവളെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. അവൾ ശരിക്കും എന്റെ ടൈപ്പ് തന്നെ ആയിരുന്നു എന്നൊക്കെ ഹിൻവു പറയുമ്പോഴത്തേക്കും ഒരു പക്ഷെ വിധി കൂട്ടിച്ചേർക്കേണ്ടത് നിങ്ങളെ ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം പിന്നെ നിങ്ങൾ കണ്ടുമുട്ടാതിരുന്നത്. പക്ഷെ ഇനിയും കണ്ടുമുട്ടുവാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഹ്യുനുവിന്റെ ഫ്രണ്ട് അറിയിക്കുമ്പോഴത്തേക്കും അവളിപ്പോൾ എവിടെ ആയിരിക്കും, എന്ത് ചെയ്യുകയായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഹ്യുൻവുവും ഇരിക്കുന്നു. അങ്ങനെ ഇതിന്റെ 9ാമത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.